1989 കോഴിക്കോട് JDT ഇസ്ലാമിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് സത്വയിൽ ഒരു വില്ല എടുത്ത് താമസം തുടങ്ങി. കോഴിക്കോട്ട് നിന്നും വരുന്നവർക്ക് അത്താണിയായി മാറിയ വില്ലയ്ക്ക് ക്രമേണ കാലിക്കറ്റ് ഹൌസ് എന്ന് പേരും വീണു. അംഗങ്ങളുടെ പ്രാതിനിധ്യം കോഴിക്കോടും വിട്ട് മലബാറിലെ മുഴുവൻ ജില്ലകളിലേക്കും പടർന്നതോടെ പേര് മലബാർ ഹൌസ് എന്നായി മാറി. സത്വയിലെ തന്നെ വിശാലമായ മറ്റൊരു വില്ലയിലേക്ക് മാറിയ മലബാർ ഹൌസിൽ ഇപ്പോൾ 40ഓളം പേരാണ് അന്തേവാസികളായുള്ളത്. കാലിക്കറ്റ് ഹൌസിന് തുടക്കമിട്ട 17 പേരിൽ ഷെരീഫ് കാരശ്ശേരിയും നിലമ്പൂർക്കാരൻ അലിയും ഇപ്പോഴും ഇവിടെയുണ്ട് കാരണവന്മാരായി. 1987 നവംബറിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ JDT അസനാജിന്റെ കെയറോപ്പിൽ ഇവിടെ വന്ന് അൽബുറൈറിന്റെ പല ഭാഗങ്ങളിലെ പല കമ്പനികളിലുമായിട്ട് ജോലി ചെയ്തിരുന്നു. അതേപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് അൽബുറൈർ സെന്റർ, ബർജുമാൻ സെന്റർ എല്ലാം അവർ അക്കോമഡേഷൻ കൊടുത്തിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അക്കോമഡേഷൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അന്നൊരു വില്ല എടുത്ത് അന്ന് 10-14 പേര് തുടങ്ങി വെച്ച് അവിടുന്ന് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോഴത്തെ ഈ സന്ദർഭം. കയറി ചെല്ലുമ്പോൾ കാണുന്ന ഷൂ റാക്കിൽ നിന്ന് തന്നെ ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ വ്യക്തം. ഓരോരുത്തർക്കുമുള്ള ഓരോ റാക്കിന്റെയും നമ്പർ തൊട്ടടുത്ത നോട്ടീസിൽ കൃത്യമാണ്. അടുക്കളയോട് ചേർന്നുള്ള നോട്ടീസ് ബോർഡാണ് മറ്റൊരു പ്രത്യേകത. ഇന്നത്തെ സ്പെഷ്യൽ മുതൽ അടുത്ത മീറ്റിംഗിന്റെ തീയതി വരെ ഇതിൽ കാണാം. കൃത്യമായ ഇടവേളകളിൽ വരുന്ന മെസ് മീറ്റിംഗ് വില്ലയിലെ പ്രതിപക്ഷങ്ങൾക്ക് സജീവമാക്കാനുള്ള വേദിയാണ്. സ്വന്തമായൊരു ലൈബ്രറിയുള്ള മലബാർ ഹൌസിന്റെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നാണ് www.malabarhousewebs.com എന്ന വെബ്സൈറ്റ്. 15 വർഷത്തിന് മേലെയായിട്ട് തുറന്നു വന്ന ഒരു സിസ്റ്റം ആയിരുന്നെങ്കിലും നമ്മൾ കുറച്ച് ആളുകളൊക്കെ എണ്ണം കൂടിയപ്പം ആ രീതിയിൽ അതിന് കൃത്യമായിട്ട് ഒരു ചിട്ടവട്ടങ്ങളിലൂടെ നടത്തി പോകണം എന്നുള്ള ആഗ്രഹത്താൽ നമ്മൾ കുറച്ചുപേരൊക്കെ ഇടപെട്ടിട്ടാണ് ഇതിനെ ഒരു ഇന്ന് കാണുന്ന ഒരു പ്രത്യേക സിസ്റ്റത്തിലേക്ക് മാറ്റിക്കൊണ്ടത്. അപ്പോൾ ഇവിടെ അക്കൗണ്ട്സിലും അല്ലാതെ മറ്റ് രീതിയിലുള്ള പ്രൊഫഷൻസ് ഒക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ച് അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഫസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇപ്പം 10-40 പേര് ഒന്നിച്ച് ജീവിക്കുമ്പോഴുള്ള ഒരുപാട് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ളതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കുറേ സൗകര്യങ്ങളാണ് നമ്മളെല്ലാവരെയും ഇവിടെ ഒരു കണ്ണികൾ പോലെ ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ്. അന്യനാട്ടിൽ അനാഥരെ പോലെ കഴിയുന്നതിനു പകരം രക്തബന്ധങ്ങൾക്ക് അതീതമായൊരു കുടുംബത്തിന്റെ മാതൃകയാണ് മലബാർ ഹൌസ് മുന്നോട്ട് വെക്കുന്നത്. മലബാർ ഹൌസ് എന്ന പേരു മാറി കേരള ഹൌസായി മാറുന്ന ഒരു ദിനത്തിനായാണ് ഇവരിപ്പോൾ കാത്തിരിക്കുന്നത്. ക്യാമറമാൻ PC റഫീഖിനൊപ്പം രഹ്ന, ജീവൻ ന്യൂസ്, ദുബായ്.